മോനെ മണിക്കുട്ടാ, എന്താ മോനെ, നീ എവിടെയാ? ദാ വരുന്നു മോനെ, ഇതേ വലിയ മഴ വരാൻ പോകുന്നു, നീ വേഗം വാ. ദാ എത്തി അമ്മേ. മാങ്ങ. നേരെ ഇരുട്ടാറായി. എവിടുന്നാ മഴ നനഞ്ഞു വരുന്നേ? മാളൂന് മാങ്ങ പെറുക്കാൻ പോയതാ അമ്മേ. എന്ത് വേഷാടത്? പോയി കുടിക്കടാ. മോൾ ഇന്ന് എന്തൊക്കെയാ പഠിച്ചത്? നന്നായി പഠിച്ചോളൂ കേട്ടോ. തിങ്കളും താരങ്ങളും തൂവള്ളിക്കതിർ ചിഹ്നം തുങ്കമാനിൽ ചോട്ടിൽ ആണെന്റെ വിദ്യാലയം ഇന്നലെ കണ്ണിൽ വാർത്തു മാളു കരിനീടനവാനം മിന്നിതാ ചിരിക്കുന്നു. ഒന്ന് നിർത്ത് മാളു. പാലൊളി ചിതറുന്നു. എന്നും ഈ പദ്യം ചൊല്ലിയിരിക്കാതെ കണക്കെടുത്ത് പഠിക്ക്. നിന്റെ സ്ലേറ്റ് എവിടെ? ഇവിടെ ഉണ്ട്. ദാ. കുട്ടിയുടെ കണക്ക് വേണ്ട, പദ്യം ചൊല്ല. വേണ്ട വേണ്ട, കണക്ക് പഠിച്ചാ മതി. അവൾക്ക് ഇഷ്ടമുള്ളത് പഠിച്ചോട്ടെ മണിക്കുട്ടാ. അമ്മേ, കുട്ടേട്ടൻ പദ്യം ചൊല്ലണ്ട പറഞ്ഞു. മോക്കേട്ടൻ കണക്ക് പഠിപ്പിച്ചു തരും. വേഗം പഠിച്ചോ. അച്ഛൻ ഇപ്പൊ കളർ പെൻസിൽ കൊണ്ടുവരും. പാവം, ഇനിത് ജീവിക്കില്ല കൂട്ടേട്ടാ. ചത്തുപോയത് എങ്ങനെയാ ജീവിക്കുക? പാവം. സങ്കടപ്പെടണ്ട മാളു, അമ്പായത്തോട്ടിൽ നിറയെ മീനുണ്ട്. കുട്ടേട്ടൻ പിടിച്ചേരാം. എപ്പം? ഇപ്പൊ തന്നെ. അതിന് അമ്മ വിടണ്ടേ? അതിനൊരു സൂത്രമുണ്ട് മാളു. എന്ത് സൂത്രം? നീ തോട്ടിന്ന് കുളിച്ചാ മതിയെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരഞ്ഞ അമ്മ സമ്മതിക്കും. അതെ, അമ്മ വരുന്നുണ്ട്. കരഞ്ഞോ. എന്താ അവിടെ? സ്കൂളിൽ നിന്നും പോണ്ടേ രണ്ടാക്കും? സമയിലെ സമയത്ത് ചിണുങ്ങ. എടാ മണിക്കുട്ട, നീയല്ലേ പറഞ്ഞ നേരത്തെ പോണം, പ്രസംഗിക്കാറുണ്ടെന്നൊക്കെ? ഇന്ന് റിപ്പബ്ലിക് ഡേ അമ്മേ. അപ്പൊ സ്കൂൾ ലീഡറായ ഞാനല്ലേ പ്രസംഗിക്കേണ്ടത്? ഈ അമ്മക്കൊന്നും അറിയില്ല. എന്താ മോള് നിനക്ക്? ഓ, അതാ കാര്യം. അച്ഛനോട് പറഞ്ഞ് നമുക്ക് വേറെ പിടിക്കാം. നോക്കു പാലട്ടാ, രണ്ടാളും കളിച്ച് നേരം കളയുന്ന കണ്ടില്ലേ? മക്കളുടെ കാര്യത്തിൽ അമ്മമാർക്ക് മാത്രമല്ല, അച്ഛനും വേണം ഒരു ശ്രദ്ധ.
എന്താ എന്താ പ്രശ്നം? മാളുവിന്റെ ഒരു മീൻ ചത്തുപോയച്ചാ. അത്രേ ഉള്ളൂ. അതിനെന്താ, അച്ഛൻ മോക്ക് നിറയെ മീൻ പിടിച്ചരാം. അതുപോലെ വേണ്ട അച്ഛാ, ഞാനിപ്പോ അമ്പായത്തോട്ട് പോയി പിടിക്കാം. എന്നാ പിടിച്ചു കൊടുക്കടാ. വാ മാളു. നല്ല അച്ഛൻ. അവര് കുട്ടിയോളല്ലേ, കുട്ടിയോള് കളിച്ചു വളരണം, എന്നാലേ ബുദ്ധിയും കഴിവൊക്കെ ഉണ്ടാവൂ. അയ്യോ, ഇത് പിടിക്കടി. എന്റെ പൊന്നു പിള്ളേരെ, നിങ്ങൾ ഇങ്ങനെ വെള്ളത്തിൽ കിടന്ന് കളിച്ച് വെള്ളം കലക്കാതെ കേറി പോവാൻ നോക്കേ. വല്ലപ്പോഴെങ്കിലും ഒന്ന് നനഞ്ഞോട്ടെ എന്റെ ജാനുമ്മേ. പോണവിടുത്തെ കൂത്തം കെട്ടങ്ങള് കെട്ടിയെടുക്കാൻ നാശങ്ങൾ ഇറങ്ങിക്കോളൂ. മീൻ കിട്ടിയോ? മനുഷ്യനെ കൊണ്ട് തുണി അനക്കിപ്പിക്കല. ഇല്ലെങ്കിൽ ഞാൻ അങ്ങ് പോയേക്കാം. എന്താ ജാനുവേ, ഈ കുട്ടികളോട് പിണങ്ങി പോവാ? പിന്നെ അല്ലാതെ ഒരു നീന്തി കളിക്കട്ടെ ജാനു, അത് കാണുമ്പോ തന്നെ ഒരു സുഖല്ലേ. കളിച്ച് വളരാഞ്ഞ കളയ്ക്ക് സമാന്ന് കേട്ടില്ലേ ജാനു? അയ്യേ, നല്ല ആളോടാ പറഞ്ഞത്. മസില് പിടിച്ച് നിൽക്കുന്ന കണ്ടാലേ മാനക്കല മൂസിന്റെ ഗമിയാ. ഒരെണ്ണതേപ്പ് മാറി നിക്കട. അമ്മോ, ആ മക്കളെ, ഞാനും കൂടാ നിങ്ങളുടെ കൂടെ. മതി അവിടെ വെക്ക്. മാളു, നീ ഒരു പെൻസിലുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല, ഏട്ടന്റെ ബോക്സിൽ ഉണ്ടാവും. കാണാതാവുമ്പോ വാങ്ങി തരുന്നുണ്ടല്ലോ. പിന്നെന്താ? ആ, കിട്ടി കിട്ടി. അച്ഛാ, മാളു, നീ വരുന്നില്ലേ? വരുന്നേട്ടാ. പോവാം. അച്ഛാ, നല്ല കളർ പെൻസിൽ ഉണ്ടെന്നോ? ഞാൻ ഇന്നലെ കളർ പെൻസിൽ കൊണ്ടുവന്നാണല്ലോ. ഞാനിത് എവിടെ വെച്ചത്? എങ്ങനെ ഓർമ്മ വരാനാ, ആ കോലത്തിലായിരുന്നല്ലോ വരവ്. ആ, ഇപ്പൊ ഓർമ്മ വന്നു. എവിടെയാ? അച്ഛനിപ്പോ എടുത്തിട്ട് വരാട്ടോ. അവിടെ കൊറേ ആമ്പലുണ്ട്, നമുക്ക് പറിക്കണേ. മാളു, നമുക്ക് പറിക്കണട്ടോ. ഒന്ന് വേഗം വാ. പിടി പിടി, വേഗം വാ. ഇവിടെ മീനുണ്ട്, ഞാൻ പിടിക്കട്ടെ. ദേ പിടിച്ചേ. എവിടെ? വേഗം പിടിക്ക് കുട്ടേട്ടാ. ഹായ്, നിറയെ മീനുണ്ട്. ഏതെങ്കിലും ഒന്ന് പിടിക്കാൻ പറ്റിയാ മതിയായിരുന്നു. അതാ പിടിച്ച്. കയ്യിന്ന് പോയല്ലോ. മണിക്കുട്ട പിടിക്ക്. ദാ കിട്ടി കിട്ടി. അയ്യോ, പോയി. അതോ ഇല്ല. മോൻ കണ്ടില്ലെങ്കില് എന്റെ കുട്ടി വെള്ളത്തിൽ മുങ്ങി മരിച്ചേനെ. ഇനി എങ്ങനെയാ നന്നോണ്ട് സ്കൂളിൽ വരിക? നേരം വൈകി, എനിക്ക് അസംബ്ലിയിൽ പ്രസംഗിക്കാനുള്ളതാ. അങ്ങനെ നൂറ്റാണ്ടുകളുടെ സമര പരമ്പരയിലൂടെ നേടിയെടുത്ത സ്വാതന്ത്ര്യവും മൂല്യവത്തായ ആശയങ്ങൾ പ്രകടിപ്പിക്കുന്ന മഹത്തായ ഇന്ത്യൻ ഭരണഘടനയും കാത്തുസൂക്ഷിക്കേണ്ടത് ഈ നാട്ടിലെ ഓരോ പൗരന്റെയും കർത്തവ്യമാണ്. നമ്മൾ ഓരോ കുട്ടിയും കടമ മറക്കാതെ പൂർവ്വപിതാക്കൾ ഏൽപ്പിച്ചു തന്ന ഈ മഹത്തായ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും ഭരണഘടന അനുശാസിക്കുന്ന അവകാശങ്ങളും സംരക്ഷിക്കണം. വൈവിധ്യങ്ങളായ ഭാഷയും വേഷവും സംസ്കാരവും ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ രാജ്യം. ഒരു മാലയിൽ കൊടുത്ത മുത്തുകൾ എന്ന പോലെ. അങ്ങനെ നൂറ്റാണ്ടുകളുടെ സമര പരമ്പരയിലൂടെ നേടിയെടുത്ത സ്വാതന്ത്ര്യവും മൂല്യവത്തായ ആശയങ്ങൾ പ്രകടിപ്പിക്കുന്ന മഹത്തായ ഇന്ത്യൻ ഭരണഘടനയും
കാത്തു സൂക്ഷിക്കേണ്ടത് ഈ നാട്ടിലെ ഓരോ പൗരന്റെയും കർത്തവ്യമാണ്. നമ്മൾ ഓരോ കുട്ടികളും കടമ മറക്കാതെ പൂർവ്വപിതാക്കൾ ഏൽപ്പിച്ച ഈ മഹത്തായ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും ഭരണഘടന അനുശാസിക്കുന്ന അവകാശങ്ങളും സംരക്ഷിക്കണം. വൈവിധ്യങ്ങളായ ഭാഷയും ഈ അവസരത്തിൽ നമ്മുടെ പൈതൃക പരമ്പരകളെ ഒരിക്കൽ കൂടി സ്മരിച്ച് ഞാൻ എന്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. ജയ് ഭാരത്. എന്താടാ നിനക്ക് നാവില്ലേ? സ്കൂൾ ലീഡറാണെന്ന് ഓർമ്മയില്ലേ നിനക്ക്? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നിനക്കറിയില്ലേ? നിന്നെയൊക്കെ പിടിച്ച് സ്കൂൾ ലീഡർ ആക്കിയതാണ് തെറ്റ്. നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ഇവന്റെ ഒരു കോലം കണ്ടില്ലേ? നനഞ്ഞു കുളിച്ച് വന്നേക്കുന്നു. തോന്നിയ പോലെ വരാൻ ഇതെന്താ ചന്തയാണോ? എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. ഇത്തരം കുട്ടികളുടെ മുഖം കാണുന്ന പോലെ എനിക്ക് വെറുപ്പാ. ഇന്ന് മുഴുവൻ നീ ഓഫീസിന് പുറത്ത് നിൽക്ക്. കുട്ടികൾ നിന്നെ കണ്ട് പരിഹസിച്ചിരിക്കുമ്പോഴേ നീ പഠിക്കൂ. കടക്ക് പുറത്ത്. ഓക്കെ സർ. മോനെ, ഒരുപാട് നന്ദിയുണ്ട്. എന്താ പ്രശ്നം? മാഷേ, മോള് രാവിലെ സ്കൂളിലേക്ക് വരുന്ന വഴി ഒരു സംഭവം ഉണ്ടായി. പറയൂ, എന്താ സംഭവിച്ചത്? മിടുക്കൻ. നീ സ്കൂളിലെ മാത്രമല്ല, ലോകത്തിന് തന്നെ മാതൃകയാവേണ്ടവനാ നീ. നീ കാണിച്ച ഈ ധീരതയ്ക്ക് ഈ സ്കൂൾ ഒന്നടങ്കം അഭിമാനിക്കുന്നു.